എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സന്ദീപിനി പരീക്ഷയുടെ സംസ്കൃതത്തിലുള്ള പാഠങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോണത്. പുസ്തകത്തിലെ പേജ് നമ്പർ 101. കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാം. പദം സംസ്കൃതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ മലയാളത്തിൽ വാക്ക് എന്ന് പറയണത് സംസ്കൃതത്തിൽ നമ്മൾ പദം എന്നാണ് പറയണത്. വാക്ക് എന്നല്ല, പദം. ഇനി പദം എന്നാൽ എന്താണ്? സുപ്തിങ്ങന്തം പദം എന്ന് പറയും. അതായത് സുബന്ധമായിട്ടുള്ളതും തിങ്ങന്തമായിട്ടുള്ളതുമാണ് പദം. ഇനി സുബന്ധം എന്താണ്? നമ്മൾ നാമപദങ്ങൾ, നൗണ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കുകളാണ് സുബന്ധങ്ങൾ. സുപ്പ് മുതലായ പ്രത്യയങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന വാക്കുകളാണ് സുബന്ധം അഥവാ നാമപദങ്ങൾ. ഇനി തിങ്ങന്തം എന്താണ്? തിങ്ങ് മുതലായ പ്രത്യയങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന വാക്കുകളാണ് തിങ്ങന്തങ്ങൾ. അവയെ ക്രിയാപദങ്ങൾ, വെർബുകൾ എന്ന് നമ്മൾ പറയും. ഈ രണ്ടും ചേർന്നതാണ് സംസ്കൃതത്തിലെ പദങ്ങൾ. ഈ പദങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക, പദങ്ങളല്ലാത്തവ ഉപയോഗിക്കുന്നില്ല. അതാണ് കാര്യം. ഇനി പദങ്ങൾ ഉണ്ടായി വരും ബാലഹ, രാമഹ എന്നിങ്ങനെയുള്ള വാക്കുകൾ അത് അതിൻ്റെ അർത്ഥം വഹിക്കുന്നു. ബാലൻ എന്നർത്ഥം വഹിക്കുന്നു, രാമൻ എന്ന് അർത്ഥം വഹിക്കുന്നു. സീത, രാധ അത് അതിൻ്റെ അർത്ഥം വഹിക്കുന്നു. ആ പദങ്ങൾ പ്രകൃതിയും പ്രത്യയവും ചേർന്നുണ്ടായതാണ്. എന്താണ് പ്രകൃതി? വാക്ക് നമ്മൾ മെറ്റൽസിൻ്റെ കാര്യം പറയുമ്പോൾ ORE അയിര് പ്യൂരിഫൈ ചെയ്ത് മെറ്റലർജിക്കൽ പ്രോസസ്സുകളിൽ കൂടെ കടത്തിവിട്ട് മെറ്റലാക്കി നമുക്ക് യൂസ്ഫുൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് പോലെ അയിരുകളെ പ്രോസസ്സുകളിൽ കൂടി കടത്തിവിട്ട് യൂസ്ഫുൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് പോലെയുള്ള ചില പ്രോസസ്സുകൾ സംസ്കൃതത്തിലെ വ്യാകരണപരമായ ചില കാര്യങ്ങളിൽ ചില റൂളുകൾ അവിടെ വർക്കൗട്ട് ചെയ്യും. ചില വ്യാകരണ സൂത്രങ്ങൾ അനുസരിച്ചുള്ള മാറ്റങ്ങൾ വാക്ക് ചിലപ്പം വരും. അങ്ങനെ ചില പ്രക്രിയകളിൽ കൂടി കടന്നുപോയതിന് ശേഷമാണ് നമുക്കിപ്പോൾ രാമഹ എന്ന വാക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ബാല എന്ന വാക്ക്, അതായത് പദം, ബാലഹ എന്ന പദം കിട്ടുന്നതിന് മുമ്പ് ചില നിയമങ്ങൾ അവിടെ ഉണ്ട്. ചില പ്രത്യയങ്ങൾ ചേരുന്നു, ചില മാറ്റങ്ങൾ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതിൻ്റെ എൻ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ഫോമാണ് നമ്മൾ പറയണ രാമഹ എന്ന വാക്ക്. രാമൻ എന്ന അർത്ഥത്തിലുള്ള, അല്ലെങ്കിൽ ബാലൻ എന്ന അർത്ഥത്തിലുള്ള വാക്ക്. അപ്പം ഇതാണ് ഇൻട്രൊഡക്ഷൻ. സംസ്കൃതത്തിലെ വാക്കുകൾ സുബന്ധങ്ങളും തിങ്ങന്തങ്ങളുമാണ്. സുബന്ധം എന്ന് പറയുന്നത് നാമപദമാണ്. തിങ്ങന്തം എന്ന് പറയുന്നത് ക്രിയാപദങ്ങളാണ്, വെർബുകളാണ്. ഓക്കെ, ഇനി ആദ്യത്തെ പേജ് 101. സംസ്കൃതത്തിൽ എല്ലാ നാമപദങ്ങൾക്കും ലിംഗഭേദമുണ്ട്. നാമപദം നൗണ്, ലിംഗഭേദമുണ്ട്. എന്താണ് ലിംഗഭേദമുള്ളത്? നമ്മുടെ മനുഷ്യരിൽ, ആളുകളിൽ സ്ത്രീ എന്നും പുരുഷനെന്നും ഇപ്പം നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് പോലെ സംസ്കൃതത്തിൽ വാക്കുകൾക്ക് 3 ലിംഗമുണ്ട്. പുല്ലിംഗമാണ്. ഒന്ന് പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം. അപ്പം അതായത് വാക്കുകളുടെ അർത്ഥം കൊണ്ട് ഇപ്പം ബാലൻ അല്ല രാമൻ, കൃഷ്ണൻ എന്നുള്ള വാക്കുകൾ പുല്ലിംഗമാകാനേ പറ്റുള്ളൂ. അതുപോലെ രാധ, സീത, കന്യ അല്ലെ കാവേരി നദികളുടെ പേരുകൾ, അങ്ങനെയുള്ള അതൊക്കെ സ്ത്രീലിംഗമാണ്. അങ്ങനെ ആകാനേ പറ്റുള്ളൂ. ഇനി വനം അല്ലെങ്കിൽ മിത്രം അങ്ങനെയുള്ള വാക്കുകളൊക്കെ ആണുമല്ല പെണ്ണുമല്ല. അതുകൊണ്ട് അവയെ എന്ത് വിളിക്കുന്നു? ട്രാൻസ്ജെൻഡറുകളാണ്. അതുകൊണ്ട് നപുംസകലിംഗത്തിലുള്ള ശബ്ദങ്ങളാണവ. അതാണ്. ഇനി കുറച്ച് ശബ്ദങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അർത്ഥം കൊടുത്തിട്ടുണ്ട്. ശബ്ദങ്ങൾ വെറുതെ വായിച്ചു വിടാം. അജഹ, ഗജഹ, കുക്കുടഹ, അശ്വഹ, സിംഹ, വ്യാഘ്രഹ, മനുഷ്യഹ, കാക്കഹ, ബിഡാലഹ, ബാലഹ. എല്ലാം വളരെ നമുക്ക് പരിചയമായിട്ടുള്ള വാക്കുകളാണ്. ബിഡാലഹ, മാർജാരഹ, പൂച്ചയാണ്, ആൺപൂച്ച. ഈ ശബ്ദങ്ങളെല്ലാം സ്ത്രീലിംഗത്തിലാണ്. അപ്പോൾ സ്ത്രീലിംഗത്തിലുള്ള ശബ്ദങ്ങൾ എങ്ങനെ ഇരിക്കും? ജനറലി സെയിങ് വിസർഗത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ. ജനറലായിട്ട് പറയാണ്, എപ്പോഴും ആയിരിക്കണം എന്നില്ല. അജഹ, ഗജഹ എല്ലാം വിസർഗം ഉണ്ടല്ലേ, വിസർഗത്തിൽ അവസാനം. ഇപ്പം കവി, പോയറ്റ് എന്നുള്ള അർത്ഥത്തിലുള്ള വാക്ക്, അതൊക്കെ വിസർഗത്തിൽ അവസാനിക്കുന്ന ശബ്ദങ്ങൾ പുല്ലിംഗമാണ്. അതേസമയം ആ, ഈ, ഊ എന്നൊക്കെയുള്ള ദീർഘമായിട്ട് അവസാനിക്കുന്ന വാക്കുകൾ സ്ത്രീലിംഗമാണ്. അജ, കുക്കുടി, അശ്വ, സിംഹി, വ്യാഘ്രി, മനുഷി, കാക്കി, ബിഡാലി, ബാല.
അങ്ങനെയുള്ള വാക്കുകൾ എല്ലാത്തിൻ്റെ അർത്ഥമുണ്ട്. അടുത്തത് നെക്സ്റ്റ് പേജ്. ഈ ശബ്ദങ്ങളെല്ലാം നപുംസകലിംഗമാണ്. അപ്പോൾ എന്തൊക്കെയാണ്? വനം, ജലം, ഗമനം, ആഗമനം, ചലനം, ഗൃഹം, ഗീതം, കാരണം, പതനം, ദിനം. അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഗമന, ആഗമനം, ആഗമനം പോക്ക്, ആഗമനം വരവ്. ആ എന്നത് ഒരു ഉപസർഗമാണ്. ഉപസർഗം ധാതുക്കളുടെ കൂടെ ചേർന്ന് കഴിയുമ്പം അർത്ഥവ്യത്യാസം വരും. ഗമനം എന്ന പോകുക, ഗച്ഛതി ഇതി, പോകുന്നു എന്ന അർത്ഥത്തിലുള്ള ഗമനം എന്ന വാക്ക്. പക്ഷേ ആ എന്ന ഉപസർഗം ചേർത്ത് കഴിയുമ്പം ഓപ്പോസിറ്റായി, പോക്കിൻ്റെ ഓപ്പോസിറ്റായി, വരവായി അർത്ഥം. അപ്പം അങ്ങനെ ഉപസർഗങ്ങൾ ചേർന്ന് കഴിയുമ്പോൾ ധാതുക്കൾക്ക് അർത്ഥങ്ങൾ മാറി വരുന്നു. ആഹാരം, നീഹാരം എന്നൊക്കെയുള്ള വാക്ക് ഓരോന്നിനും ഓരോ അർത്ഥമാണ്. അങ്ങനെ അതൊരു നിയമമാണ്. ഉപസർഗം ചേർന്ന് കഴിഞ്ഞാൽ അർത്ഥം മാറി വരും. 22 ഉപസർഗങ്ങളുണ്ട്. ആ, നിസ്, ദുര് എന്നൊക്കെ പറഞ്ഞിട്ട് പ്ര എന്നുള്ളതൊക്കെ ഉപസർഗങ്ങളാണ്. നമുക്കറിയാം പ്രബോധിനി, സന്ദീപനി, ഭാരതി മൂന്നും നമ്മുടെ സംസ്കൃത പഠനത്തിനും സാംസ്കാരിക പഠനത്തിനുമുള്ള ഒരു ഗേറ്റ് വേ ആണ്. അതിൻ്റെ ഒരു ആരംഭം മാത്രമാണ്. അപ്പം നമുക്ക് തുടർന്ന് പഠിക്കാം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുക. ഇനി പദാർത്ഥങ്ങളുടെ ലിംഗം അനുസരിച്ചല്ല സംസ്കൃതത്തിൽ ശബ്ദങ്ങളുടെ ലിംഗം. അതുകൊണ്ട് ലിംഗമില്ലാത്ത പദാർത്ഥങ്ങൾക്കുള്ള വാക്കുകൾക്കും പുല്ലിംഗമോ സ്ത്രീലിംഗമോ കാണുന്നുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത്. മേജഃ, മേശ, ദീപഃ, പ്രകാശഃ, വൃക്ഷഃ, ആസന്ദഃ, ഗ്രന്ഥഃ, കലമഃ, പാദഃ, ഹസ്തഃ, ദന്തഃ, ലതാ, ഉത്പീഠിക, ഭാഷ, മഷി, നാസിക, രാത്രി. ഇവയൊക്കെ പേര് കേൾക്കുന്ന. ഇപ്പോൾ മേജഃ എന്നുള്ളത് പേര് സാധാരണ നമ്മൾ പറഞ്ഞ റൂളിൽ തന്നെ നിൽക്കുന്ന വാക്കാണ്. പക്ഷെ അർത്ഥം എന്താണ്? മേശ എന്നാണ് അർത്ഥം. ആണ് എന്നുള്ള അർത്ഥം ഇല്ല അതിന്. പുല്ലിംഗ ശബ്ദമാണോ? ഇപ്പം മൃഗവർഗത്തിൽ ഇപ്പോൾ സിംഹ എന്ന വാക്ക് ആണാണെന്ന് മനസ്സിലാകും. അതുപോലെയല്ല മേജഹ എന്നുള്ള വാക്ക്. അതുകൊണ്ടാണ് അത്തരം വാക്കുകൾക്ക് ഉദാഹരണം. ഇനി സ്ത്രീലിംഗം നോക്കൂ. ലത, ലതായുടെ അർത്ഥം എന്താണ്? വള്ളി എന്നാണ്. വള്ളി. ലത സ്ത്രീകൾക്ക് പേരിടും. ആ അർത്ഥത്തിൽ അതൊരു പേരാണ്. അപ്പം മനസ്സിലാകും. പെണ്ണുങ്ങളുടെ പേരായതുകൊണ്ട് സ്ത്രീലിംഗമാണെന്ന് മനസ്സിലാകും. ഇനി ലത, വള്ളി എന്നുള്ള അർത്ഥത്തിൽ, അല്ലെ ഉത്പീഠിക, ഡെസ്ക്, അവയൊക്കെ എന്താണ്? അവയൊക്കെ മുകളിൽ കൊടുത്തിരിക്കുന്ന പോലെ പദാർത്ഥങ്ങളുടെ ലിംഗം അനുസരിച്ചല്ല. അല്ല അർത്ഥം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ എപ്പോഴും ശരിയാകണമെന്നില്ല. അതിനുള്ള എക്സാമ്പിൾസ് പറഞ്ഞതാണ്. ഇനി സർവ്വനാമങ്ങൾക്ക് ലിംഗഭേദമായി. സർവ്വനാമം എന്താണ്? സർവ്വനാമം എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളാണ് സർവ്വനാമം. ഫോർ എക്സാമ്പിൾ, രാമഃ ഗച്ഛതി, സഹ ഗൃഹം ഗത്വാ ആഗച്ഛതി. രാമൻ പോകുന്നു, അവൻ വീട്ടിൽ പോയിട്ട് അവൻ തിരിച്ചു വരും. ഇത് ഇങ്ങനെയാണ് അർത്ഥം. അപ്പം എപ്പോഴും രാമഃ 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 ഘാതതി, രാമഃ ധാവതി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിനൊരു രസമില്ല. അതുകൊണ്ട് സർവ്വനാമങ്ങൾ എല്ലാ ഇംഗ്ലീഷിലൊക്കെ ഓക്സിലറി വെർബുകൾ ഉണ്ടല്ലേ, അങ്ങനെ ഉള്ള ഇവിടെ ഉണ്ട്, സംസ്കൃതത്തിലും ഉണ്ട്. സഹ, ഏഷഃ, അയം, അങ്ങനെ വാക്കുകൾ കൊടുത്തേക്കാണ്. കഹ, സ, ഏഷ, ഇയം, കാ, തത്, ഇതം, ഏതത്, കിം, അങ്ങനെ അർത്ഥം കൊടുത്തിരിക്കണം. ഇനി വിശേഷ്യമായിട്ടുള്ള ശബ്ദത്തിൻ്റെ ലിംഗം തന്നെയായിരിക്കും വിശേഷണം. വിശേഷണം എന്താണ്? വിശേഷ്യം എന്താണ്? വിശേഷണം. അപ്പം വെളുത്ത പശു, പശുവിനെ വെളുത്തത് എന്ന് വിശേഷിപ്പിച്ചു. അത് വിശേഷണമാണ്. ആരെയാണ് വിശേഷിപ്പിച്ചത്? അതാണ് വിശേഷ്യം. അപ്പം പശു എന്നത് വിശേഷ്യമാണ്. വെളുത്ത പശു അല്ലെ കറുത്ത പശു എന്നുള്ളത് കളർ പറഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷത പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് എന്താണ്? വിശേഷണമാണ്. വിശേഷണം. ഇനി നോക്കാം. ഏഷഃ അജഃ, ഇത് ആണാട് ആകുന്നു, ആണ്. ഏഷ അജ, സഹ ഗജഃ, ഏഷഃ കഹ. ഏഷഃ കഹ എന്ന് പറഞ്ഞാൽ ആര്? ഇദ്ദേഹം ആരാണ്? ഇവൻ ആരാണ്? സഹ ബാലഃ, ഇയം കാ. ഇയം എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദമാണ്. കാ എന്നുള്ളത് കേട്ടാൽ അറിയാം അത് സ്ത്രീലിംഗ ശബ്ദമാണ്. ആര് എന്നുള്ള വാക്കാണ് കാ. അത് ആണിനെ ഉദ്ദേശിച്ചാണെങ്കിൽ കഹ എന്ന് ചോദിക്കണം, പെണ്ണിനെ ഉദ്ദേശിച്ചാണെങ്കിൽ കാ എന്ന് ചോദിക്കണം. നപുംസകലിംഗം അല്ലെ ഏത് വനമാണ് അങ്ങനെയൊക്കെ ചോദിക്കുക. നപുംസകലിംഗമാണല്ലോ വനം എന്ന ശബ്ദം. അപ്പം കിം എന്ന് ചോദിക്കാം. അങ്ങനെയാണ് അത്. ഓരോ വാക്കിനും ലിംഗമനുസരിച്ച് അല്ലെങ്കിൽ ലിംഗവചനങ്ങൾക്കനുസരിച്ചാണ് സംസ്കൃതത്തിൽ പോകുന്നത്. ഇനി സഹ ബാലഃ, ഇയം കാ, ഇയം ബാല, ഭവാൻ കഹ, അഹം ഗോവിന്ദഃ, ഭവതി കാ, ഭവതി
സ്ത്രീകളെ വിശേഷിപ്പിക്കുന്നത്. അവിടുന്ന് ആരാണ്? മലയാളത്തിലും ഭവതി എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലേ. അഹം സുമിത്ര, ഞാൻ സുമിത്രയാണ്. മുൻ വാക്യങ്ങളിൽ ആകുന്നു എന്ന അർത്ഥത്തിലുള്ള ക്രിയ പ്രയോഗിച്ചിട്ടില്ല, പക്ഷേ ആ അർത്ഥം കിട്ടും. അഹം സുമിത്ര, ഞാൻ സുമിത്രയാണ്. അസ്മി എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെ അഹം സുമിത്ര ഭവാമി എന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ സുമിത്രയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അത് മനസ്സിലാവണുണ്ട്, പക്ഷേ ആ അർത്ഥം കിട്ടും. ഈ ആനാട് എന്നതിന് അയം ഗജഹ, ഈ പെൺകുട്ടി എന്നതിന് ഇയം ബാല, ഈ പഴം എന്നതിന് ഇതം ഫലം എന്നിങ്ങനെ പ്രയോഗിക്കാം. അപ്പം അർത്ഥം കൊടുത്തിരിക്കുന്ന കൂടെ നിങ്ങൾ, അതായത് പേജ് 102 മുതൽ 103 ആരംഭം വരെയുള്ളതിൽ ഒന്നുകൂടെ വാക്കുകൾ വായിക്കുക. എന്നിട്ട് എന്താണ് അതിൻ്റെ കൂടെ ചേർക്കണം, എന്ത് ചേർക്കണം? ഈ എന്നുള്ളതിൻ്റെ, അതായത് അയം എന്നുള്ളതിൻ്റെ കൂടെ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? പുല്ലിംഗം എന്ന് എഴുതിയിട്ടുണ്ട്, ഇവൻ എന്ന് എഴുതിയിട്ടുണ്ട്. ആ കൂടെ എന്തും കൂടെ ഉപയോഗിക്കാം? ഈ എന്നും കൂടെ, അയം എന്നുള്ളതിന് ഈ എന്ന് എഴുതി വെക്കണം. അതുപോലെ ഇയം എന്നുള്ളത് പെൺകുട്ടി, സ്ത്രീലിംഗത്തിലുള്ള ഇയം എന്നുള്ളിടത്ത് ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ഇയം സ്ത്രീ എന്ന് എഴുതിയിട്ടുള്ളൂ, ഇവൾന്നുള്ളൂ, അതിൻ്റെ കൂടെ ഈ എന്ന് എഴുതുക. അതുപോലെ ഏഷഹ എന്നുള്ളത് ഇവൻ ഈ എന്നുണ്ട് കേട്ടോ അർത്ഥം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ വീട് എന്നാണ് അതിൻ്റെ പ്രയോഗം. ഈ വീട് അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ പ്രയോഗം വരുന്നത്. ഇനി ഏതത് കിം, ഇതെന്ത്? തത് ജലം, അത് വെള്ളമാകുന്നു. തത് കിം, അതെന്ത്? സഹ മേശക, അത് മേശയാണ്. സഹ മേശക എന്നുള്ളിടത്ത് ഇവൻ മേശയാണെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവില്ലേ? അപ്പം അവിടെ ഇത് എന്നാണ് അർത്ഥം, ഇത് മേശയാകുന്നു. ഇനി അഭ്യാസം. ഏഷഹ കഹ, സഹ കഹ, ഏഷാ ക, ഭവാൻ കഹ തുടങ്ങിയ ചോദ്യങ്ങളും അവയ്ക്ക് പല വാക്കുകൾ മാറി മാറി വെച്ചുള്ള ഉത്തരങ്ങളും തയ്യാറാക്കുക. ഇത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം എന്താ ശ്രദ്ധിക്കേണ്ടത്? ലിംഗം നോക്കണം, എന്ത് ലിംഗമാണെന്ന് നോക്കണം. ഇനി നെക്സ്റ്റ് ഇതുപോലെ തന്നെ സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. അത് പെൺസിംഹമാകുന്നു. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതെന്നുള്ളതിൻ്റെ വാക്ക് നോക്കൂ പുസ്തകത്തിൽ. നോക്കൂ, അത് എന്നുള്ള വാക്ക് എവിടെയാണ് കിടക്കുന്നത് നോക്കൂ. അത് എന്നുള്ള വാക്ക് തതാണ്, അത് എന്ന വാക്ക്. അപ്പം അത് തത് എന്ന് എഴുതുക ആദ്യം. പെൺസിംഹം എന്നുള്ളതിൻ്റെ വാക്ക് സിംഹമാണല്ലോ. അപ്പം സിംഹി എന്നാണ് പെൺസിംഹത്തിൻ്റെ വാക്ക്, സിംഹി. അത് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ടാവും. എവിടെയാണ് നോക്കാം. സിംഹി എന്നുള്ള വാക്ക് ഉണ്ട്, സിംഹി കൊടുത്തിട്ടുണ്ട്. പേജ് 101 കേട്ടോ. എല്ലാ വാക്കുകളും ഉണ്ട്. ഇത് അപ്പം എന്താണ്? തത്, സിംഹി, പേജ് 104 എക്സസൈസ് ചെയ്ത് നോക്കാം. സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്യുക. അത് പെൺസിംഹമാകുന്നു. പെൺസിംഹം എന്നുള്ളതിൻ്റെ വാക്ക് എന്താണ്? പുസ്തകത്തിലുണ്ട്, നോക്കൂ. പേജ് 101 കിടപ്പുണ്ട്. സിംഹി എന്നാണ് വാക്ക്, സിംഹി. അപ്പം അത് എന്നുള്ള അർത്ഥം വരുന്ന സർവനാമമാണ്. സർവനാമം എന്തായിരിക്കണം? സ്ത്രീലിംഗ ശബ്ദമായിരിക്കണം. സ്ത്രീലിംഗ ശബ്ദവുമായിരിക്കണം, അതേസമയം അത് എന്നുള്ള അർത്ഥവും വരുന്നതായിരിക്കണം. ആ വാക്ക് ഏതാണ്? ആ വാക്ക് നമുക്ക് നോക്കാം. നമ്മുടെ പേജ് 102, 103 ആദ്യമായിട്ട് സർവനാമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ സഹ എന്നുള്ളത് അവൻ എന്ന് മാത്രമല്ല എന്നും കൂടി അർത്ഥമുണ്ട് കേട്ടോ. അവൻ, അതുപോലെ ഏഷഹയ്ക്ക് ഇവൻ ഈ ഉണ്ട്, അയം ഇവൻ ഈ എന്നർത്ഥമുണ്ട്. കഹ ആര്, ഏവൻ അല്ലെങ്കിൽ ഏത് എന്നർത്ഥമുണ്ട്. സ അവൾ, എന്നർത്ഥമുണ്ട്. അപ്പം നമുക്ക് നോക്കൂ അത് എന്നുള്ളത്. അപ്പം പെൺസിംഹത്തിന് തീർച്ചയായിട്ടും സ്ത്രീലിംഗം വേണം, അത് എന്ന അർത്ഥവും വേണം. അപ്പം നോക്കൂ, അവൾ എന്നർത്ഥം വരുന്ന വാക്കാണ് അവിടെ പ്രയോഗിക്കേണ്ടത്. അത് ഏതാണ് ആ വാക്ക്? സ എന്നാണ് ആ വാക്ക്. ഇനി വേറെ ചേരുമോ? അതായത് വേറെ ഇപ്പം ഇവൾ എന്നാണെങ്കിൽ ഇവിടെ നോക്കൂ, അത് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം അവൾ എന്നുള്ള തന്നെ വരണം. ഇതെന്നാണെങ്കിൽ ഇവൾ എന്നുള്ളത് വന്നാൽ മതിയായിരുന്നു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സ എന്നുള്ള വാക്കിന് അവൾ എന്നും എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് അത് സായിക്ക് അവൾ എന്നും എന്നും അർത്ഥമുണ്ട്. അത് പെൺസിംഹമാകുന്നു എന്നുള്ള സിംഹിക്ക് മുമ്പായിട്ട് ചേർക്കേണ്ട സർവനാമം ഏതാണ്? സർവനാമം സായാണ്. കാരണം അത്, അവൾ,
ആ എന്ന് അർത്ഥമുണ്ട്. അതുകൊണ്ട് സാ സിംഹി. ഈ നെക്സ്റ്റ് വൺ നോക്കാം. ഇത് പേനയാകുന്നു. പേന എന്നുള്ളതിന്റെ വാക്ക് എന്താണ്? പുസ്തകത്തിൽ കലമഹ എന്ന് നമ്മൾ പഠിച്ചു മുമ്പ്. തൂലിക എന്നുള്ള വാക്കുണ്ട്, അത് പേനയാണല്ലോ. അപ്പം വ്യത്യാസം വരുന്നത് നോക്കാം നമുക്ക്. ഇത് പേനയാകുന്നു എന്നുള്ളത് പുല്ലിംഗ ശബ്ദത്തിൽ കലമഹ എന്ന വാക്ക് പ്രയോഗിച്ചാൽ ഇത് എന്നുള്ള വാക്കിന്റെ സമാനമർത്ഥമുള്ള വാക്ക് ഏതാണ്? സർവനാമം ഏതാണ്? നോക്കൂ, പുസ്തകത്തിൽ നോക്കൂ. ഇത് പേനയാകുന്നു, കലമഹ എന്നുള്ള പുല്ലിംഗ ശബ്ദത്തിന്. അപ്പം ഇവൻ എന്നർത്ഥമുള്ള ഇവൻ, ഈ എന്നർത്ഥമുള്ള വാക്ക് വരണം. അത് ഏതാണ് ആ വാക്ക്? അയം. ഇനി തൂലിക എന്ന സ്ത്രീലിംഗ ശബ്ദത്തിലാണെങ്കിൽ സ്ത്രീലിംഗ ശബ്ദത്തിലുള്ള വാക്ക് വേണം. അപ്പോൾ ഇതെന്നാണ് വരേണ്ടത്. അപ്പോൾ ഇവൾ എന്നുള്ള വാക്ക് വേണം. ഇവളിന്റെ വാക്ക് ഏതാണ്? ഇവൾ എന്നുള്ള വാക്ക് ഏഷ. അയേഷ തൂലിക. ഇതാണ് പോണത്, ഇങ്ങനെയാണ് പോണത്. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുക. ഈ അവൻ എന്നുള്ളിടത്തൊക്കെ അവൻ ആ, ഇവൻ ഈ, അവൾ ആ എന്നൊക്കെ എഴുതുക. അപ്പൊ അതും കൂടെ മനസ്സിലാവും. ഇനി നെക്സ്റ്റ് പാഠത്തിലേക്ക് പോവാണ്. കരോതി. കുറെ വെർബുകളാണ്, ക്രിയാപദാനി, അതാണ് പരിചയപ്പെടാൻ പോകുന്നത്. കരോതി അർത്ഥം ഞാൻ വായിക്കണില്ല, അർത്ഥം എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. കരോതി, പഠതി, ഗച്ഛതി, ചലതി, പതതി, ലിഖതി, ഗായതി, ധാവതി, നൃത്യതി, ഹസതി, വിലപതി, ഭവതി. ഭവതി സ്ത്രീകളെ ഹേ ഭവതി എന്ന് സംബോധന ചെയ്യും. ആ ഭവതി എന്നുള്ളത് അവിടെ നാമപദമാണ്, സുബദ്ധമാണ്. ഇവിടെ എന്താണ്? തിങ്ങന്തമാണ്, അതായത് ക്രിയാപദമാണ്. ഇനി ബാലഹ കിം കരോതി. ബാലൻ എന്ത് ചെയ്യുന്നു? ബാലഹ പഠതി. ബാലൻ പഠിക്കുന്നു. ബാല ലിഖതി. പെൺകുട്ടി എഴുതുന്നു. ബാല കിം കരോതി. പെൺകുട്ടി എന്ത് ചെയ്യുന്നു? സാ ലിഖതി. വ്യാഘ്രഹ ധാവതി. അജഹ പതതി. ഫലം പതതി. സീതാ ഗായതി. ഗജഹ ചലതി. വൃദ്ധഃ വിലപതി. അയം ഗച്ഛതി. ഏഷഃ ഹസതി. ഏഷാ നൃത്യതി. ഭവാൻ കിം കരോതി. നോക്കൂ, ഏഷാ നൃത്യതി എന്നുള്ളതിന് ഇവൾ നൃത്തം ചെയ്യുന്നു എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്, അല്ലേ? ഇവൾ, ഏഷാ. അത് അടുത്തത് അഹം പഠാമി, അഹം ചലാമി, അഹം ലിഖാമി. ലിഖാമി ഒക്കെ വരുമ്പോൾ നോക്കൂ, അവസാനം ലിഖതി എന്നല്ല വന്നിരിക്കുന്നതെന്നും കൂടെ നോക്കണം കേട്ടോ. ആദ്യം എല്ലാത്തിനും ധാവതി പദ്ധതി എന്ന് തീ എന്ന് അവസാനിച്ചു. ഇപ്പം അഹം വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? പഠാമി, ചലാമി, ലിഖാമി എന്ന് അവസാനിക്കുന്നു. അതായത് സഹ നമ്മൾ വാക്കുകൾ പറയുമ്പം ഇംഗ്ലീഷിൽ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് പറയും. സംസ്കൃതത്തിൽ പ്രഥമ പുരുഷ, മധ്യമ പുരുഷ, ഉത്തമ പുരുഷ. പ്രഥമ പുരുഷ കഹ? സഹ അവൻ, അവൾ, അല്ലെങ്കിൽ പേര് രാമഹ, കൃഷ്ണഹ എന്നുള്ള പേര് അവരാണ് ഫസ്റ്റ് സർവനാമം, ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് മിഡിൽ പേഴ്സൺ ആരാണ്? മധ്യമ പുരുഷ നീ, നിങ്ങൾ, ത്വം യുവാം യൂയം, നീ, നിങ്ങൾ, രണ്ടുപേർ, നിങ്ങൾ. ഇതാണ് സംസ്കൃതത്തിലെ മധ്യമ പുരുഷ അഥവാ സെക്കൻഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ ആരാണ്? അഹമാണ്, ഞാനാണ്. ഉത്തമഹ, അഹം ഉത്തമഹ, ഞാന് ഉത്തമനാണ്. അപ്പം തേർഡ് പേഴ്സൺ അഹമാണ്. അഹം, ആവാം, വയം, ഞാൻ, ഞങ്ങൾ, രണ്ടുപേർ, ഞങ്ങൾ. ഇതാണ് കർത്താവ് ആയിട്ട് വരുന്ന വാക്കുകൾ. അപ്പം ശ്രദ്ധിക്കുക. അപ്പം അഹം വരുമ്പോൾ ചേരുന്ന പ്രത്യയത്തിനനുസരിച്ചാണ്. സഹ വരുമ്പോൾ ചേർന്ന പ്രത്യയം തീ ആണ്, അതുകൊണ്ടാണ് പഠതി എന്ന് വന്നത്. തേർഡ് പേഴ്സണിലെ ഏകവചനം അഹം എന്ന് വന്നപ്പോൾ എന്താണ്? മിപ്പ് എന്ന് പറഞ്ഞ പ്രത്യയമാണ് ചേർന്നത്. അതിന് ചില ലോപമൊക്കെ വന്ന് പ് പോകും, പിന്നെ അതിന് ദീർഘം വരും, ആമി എന്ന് വരും. അങ്ങനെയാണ് പഠാമി എന്ന രൂപം വന്നത്. അത് മനസ്സിലാക്കുക. ഇനി അഹം, ഞാൻ, കർത്താവായപ്പോൾ ക്രിയയ്ക്ക് വന്ന മാറ്റം ശ്രദ്ധിക്കുക. അതാണ് പറയണത്. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് പറയാൻ പോണത്. അഹം കിം കരോമി, ഞാൻ എന്ത് ചെയ്യുന്നു? ത്വം പഠസി, നീ പഠിക്കുന്നു. ത്വം ഗച്ഛസി, ത്വം ലിഖസി, ത്വം നൃത്യസി. ത്വം, നീ, കർത്താവായപ്പോൾ ക്രിയയ്ക്ക് വന്ന മാറ്റം ശ്രദ്ധിക്കുക. ത്വം കിം കരോഷി. കണ്ടോ, കരോതി എന്നുള്ള അങ്ങനെയല്ല ചോദിച്ചത്, കരോഷി അല്ലെങ്കിൽ പഠസി. സി ആണ് ചേർത്ത് വരുന്നത്. അഹം ഗായാമി, ഞാൻ പാടുന്നു. ഗായാമി, ചലാമി, പഠാമി എന്നെല്ലാം പറഞ്ഞാൽ അഹം, ഞാൻ എന്ന് കൊടുത്തിട്ടില്ലെങ്കിലും ഞാൻ പാടുന്നു, ഞാൻ നടക്കുന്നു, ഞാൻ പഠിക്കുന്നു എന്നിങ്ങനെ അർത്ഥം ഗ്രഹിക്കാം. അപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള വരികൾ വന്ദേ മാതരം, വന്ദേ മാതരം, അല്ലേ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ. അതിൽ വന്ദേ എന്നുള്ളത് കർത്താവ് ആരായിരിക്കും? അവിടെ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്ത് മനസ്സിലാക്കിക്കൊള്ളണം? അഹം വന്ദേ, ഞാനാണ് വന്ദിക്കുന്നത്, കർത്താവ് ഞാനാണ്. അണ്ടർസ്റ്റുഡ് ആണ്, പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും
കർത്താവ് ആരാണെന്ന് നമുക്ക് ക്രിയ കണ്ടാൽ അറിയാം. സംസ്കൃതത്തിന്റെ പ്രത്യേകതയാണ് കേട്ടോ. ഇനി കിം കരോഷി, നീ എന്ത് ചെയ്യുന്നു? പഠാമി. രാമഃ ബാലഃ ഭവതി. ത്വം കഃ ഭവസി? അഹം മനുഷ്യഃ ഭവാമി. ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ കൊടുത്തേക്കാണ്. ഇനി അഭ്യാസം. ഇതുവരെ പഠിച്ച നാമങ്ങൾ, സർവ്വനാമങ്ങൾ, ക്രിയകൾ ഇവ ചേരാവുന്ന രീതിയിൽ ധാരാളം വാക്യങ്ങൾ ചേർത്ത് അത് എഴുതി നോക്കുക കേട്ടോ. നിങ്ങൾ സ്വയമായിട്ട് വാക്കുകൾ ചെറിയ ചെറിയ വാക്കുകൾ ഉണ്ടാക്കുക. അപ്പോൾ എളുപ്പമാണ്. ഇപ്പോൾ സഹ പഠതി, രാമഃ ഗൃഹം ഗത്വാ പഠാമി, അല്ലെങ്കിൽ വളരെ ചെറിയ ശബ്ദങ്ങൾ മൂന്ന്, അതായത് കർത്താവ് ക്രിയയൊക്കെ വരുന്നത് മാത്രമാണേലും അങ്ങനെ ആണേലും നോക്കുക. ഇപ്പോൾ സീത നൃത്യതി, രാധ ഗായതി, അങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇനി പാഠം 3. മലയാളത്തിൽ ഏകവചനവും ബഹുവചനവും ഉള്ളപ്പോൾ സംസ്കൃതത്തിൽ ഏകവചനവും ദ്വിവചനവും ബഹുവചനവും ഉണ്ട്. ഒരു വാക്ക് കൊണ്ട് കുറിക്കുന്ന പദാർത്ഥം രണ്ടുണ്ട് എന്ന് കാണിക്കാൻ ദ്വിവചനം പ്രയോഗിക്കുന്നു. 2ൽ കൂടുതലാണെങ്കിൽ ബഹുവചനം. നമ്മുടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ദ്വിവചനമില്ല. സംസ്കൃതത്തിൽ എന്തുകൊണ്ടാണ് ദ്വിവചനം? നമുക്ക് ദ്വിവചനത്തിന്റെ ആവശ്യമുണ്ട്. എന്തൊക്കെയാണ്? കണ്ണ് 2ഉണ്ട്, കാത് 2ഉണ്ട്, അല്ലേ? അങ്ങനെ കൈകൾ 2ഉണ്ട്, കാല് 2ഉണ്ട്. വാക്കും അർത്ഥവും വാക്ക് അർത്ഥത്തോടു കൂടി മാത്രമേ ഇരിക്കുള്ളൂ. അപ്പം അത് 2ആണ്. അല്ലെങ്കിൽ ജായ പതിശ്ച, ഭാര്യയും ഭർത്താവും, അങ്ങനെ 2 എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ദ്വിവചനം വന്നത്. ഇനി ബാലൗ, ബാലേ, ഹസ്തൗ, പാദൗ, ഫലേ, ഇത് ഇങ്ങനെ വാക്കുകൾ പറഞ്ഞേക്കാണ്. ബാലഹ, ബാലൗ, ബാലാഹ. അപ്പം ബാലൻ എന്നുള്ളത് അകാരാന്തഃ പുല്ലിംഗ ശബ്ദ, അതിൻ്റെ ദ്വിവചനമാണ് ബാലൗ. ബാലേ, ബാല എന്നുള്ളത് ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ്. ബാല, കന്യ എന്ന്, രമ എന്ന് പറയുന്ന പോലെ. ഇനി ഹസ്തൗ, 2 കൈകൾ, കൈകൾ 2ഉണ്ട് മുമ്പ് പറഞ്ഞു. അപ്പം ഹസ്തൗ എന്ന് പറഞ്ഞാൽ ഹസ്ത എന്ന ഒരു വാക്ക് പറഞ്ഞുള്ളെങ്കിലും ഹസ്തൗ എന്ന് വന്നത് കൊണ്ട് എന്താണ്? 2 കൈകളാണ്. പാദൗ, 2 കാലുകളാണ്. ഫലേ, ഫലം, ഫലേ, ഫലാനി നപുംസകലിംഗ ശബ്ദമാണ്. വനം, വനേ, വനാനി പോലെ. അപ്പം 2 പഴങ്ങൾ എന്നർത്ഥം. ഇവ ദ്വിവചനത്തിന് ഉദാഹരണങ്ങൾ. ഇനി ബാലഹ, ബാലൗ, ബാലാഹ, ബാല, ബാലേ, ബാലാഹ, ഫലം, ഫലേ, ഫലാനി, സഹ, തൗ, തേ. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നത്. ഏകവചനം, ദ്വിവചനം, ബഹുവചനമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വചനം മാറുമ്പോഴും ക്രിയയുടെ രൂപം മാറും. എങ്ങനെ മാറും? ബാലഹ പഠതി, ബാലൗ പഠതഃ. ശ്രദ്ധിക്കുക, പഠതി എന്നുള്ള തിപ്പ് എന്ന് പറഞ്ഞ പ്രത്യയം ചേർന്നത് കൊണ്ടാണ് പഠതി വന്നത്. അപ്പം കർത്താവ് മാറുകയാണ്. സഹ എന്നുള്ളത് മാറി തൗ ആയി, അല്ലെങ്കിൽ ബാലഹ എന്നുള്ളത് മാറി 2 ബാലന്മാരായി. അപ്പം എന്താണ്? ക്രിയയും മാറേണ്ടിയിരിക്കുന്നു. അപ്പം ആദ്യത്തെ തിപ്പ് പ്രയോഗിച്ചാൽ പോരാ. തിപ്പ് തസ് എന്ന് പറഞ്ഞ തിപ്പ് ആദ്യത്തെ പ്രത്യയം തസ് എന്ന പ്രത്യയം ചേരുന്നു. അത് നമ്മൾ പ്രത്യയങ്ങളൊന്നും അറിഞ്ഞു വെക്കേണ്ടതില്ല. അതിന് ചേർത്തുള്ള പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന എന്താണ്? തഹ എന്ന് വരും, പഠതഹ എന്ന് വരും. അതുപോലെ പഠന്തി, അത് കാണാതെ പഠിക്കുക കേട്ടോ. പഠതി, പഠതഹ, പഠന്തി, പഠസി, പഠഥഹ, പഠഥ, പഠാമി, പഠാവഹ, പഠാമഹ എന്നാണ് രൂപങ്ങൾ. ഇനി തുടരാം. ബാല പഠതി, ബാലേ പഠതഹ, ബാലാഹ പഠന്തി. ഇതെല്ലാം വളരെ എളുപ്പമുള്ള സെന്റൻസുകളാണ്. നോക്കുക. ബാലഹ കിം കരോതി, ബാലഹ ക്രീഡതി, ബാല കിം കരോതി, ബാല ഗായതി, ബാലൗ കിം കുരുതഹ. കിം എന്നുള്ളതിന്റെ അർത്ഥം എന്ത് ചെയ്യുന്നു എന്നാണ്. കരോതി എന്ന് പോരാ. കാരണം എന്താണ്? ബാലന്മാരാണ് കർത്താവായിട്ട് വരുന്നത്. 2 കുട്ടികളുണ്ട്. അപ്പം എന്ത് വരണം? ദ്വിവചനം വരണം. അതുകൊണ്ട് കരോതി, കുരുതഹ, കുറുവന്തി എന്നാണ് രൂപം. അപ്പം ബാലേ കിം കുരുതഹ എന്ന് വന്നു. കരോതി, കുരുതഹ, കുറുവന്തി. നെക്സ്റ്റ് ബാലേ ഗായതഹ, ബാലാഹ കിം കുറുവന്തി. കുറുവന്തി എന്നുള്ളത് കുരുതഹ മാറി കുറുവന്തി വന്നു. എന്തുകൊണ്ട്? ബാലാഹ എന്നുള്ള ബഹുവചനം വന്നതുകൊണ്ട്. ശ്രദ്ധിച്ചോളുക. ഇനി ബാലാഹ ക്രീഡന്തി, ബാലാഹ ഗായന്തി, അഹം ആവാം വയം, ഭവാൻ ഭവന്തൗ ഭവന്തഃ, ത്വം യുവാം യൂയം, ഭവാൻ കിം കരോതി, അഹം ചലാമി, ഭവന്തൗ കിം കുരുതഃ, ആവാം ചലാവഹ, ഭവന്തഃ കിം കുറുവന്തി, വയം ചലാമഹ. വയം ചലാമഹ എന്ന് വന്ന് ശ്രദ്ധിക്കൂ. ആവാം വയം, 3rd പേഴ്സണിലെ ബഹുവചനമാണ് വയം എന്നുള്ളത്. അതുകൊണ്ട് വയം ചലാമഹ എന്ന് വന്നു. ചലാവഹയാണ് എന്താണ്? ദ്വിവചനമാണ്. ആദ്യം വായാണ്, പിന്നെയാണ് വസ്, മസ് എന്നാണ് പ്രത്യയം. അപ്പൊ ഓർത്തോളുക. വഹ മഹ എന്നാണ് വരുന്നത്. അഹം കിം കരോമി, ത്വം ലിഖസി, യുവാം കിം കുരുതഃ, ആവാം ലിഖാവഹ, ആവാം കിം കുർവഹ, യുവാം ലിഖതഃ.
അങ്ങനെ സെൻറ്റൻസുകൾ തന്നേക്കാണ്. അപ്പം വയം കിം കുർമഹ യൂയം ലിഖത ഭവതി കിം കരോതി അഹം പഠാമി ഭവത്യോ കിം കുരുതഹ ആവാം ചലാവഹ ഭവത്യഹ കിം കുർവന്തി വയം ക്രീഡാമഹ. ഇങ്ങനെയാണ് പോകുന്നത്. ഇനി അഭ്യാസം മനഃപാഠമാക്കുക, അത് ചെയ്യണം. അത് എന്നാലാണ് നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കുക. ബാലഹ ബാലോ ബാലാഹ ബാലാ ബാലേ ബാലാഹ പഠതി പഠതഃ പഠന്തി തോം യുവാം യൂയം പഠസി. ഇതിപ്പോൾ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്തേക്കാണ്. ഇനി സംസ്കൃതത്തിലേക്ക് തർജ്ജിമ ചെയ്യുക. ഇത് ഓരോന്നും നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് പിന്നീട് എഴുതാൻ പറ്റുക. അപ്പം നോക്കാം. 2 പഴങ്ങൾ വീഴുന്നു. ഫലം എന്നാണ് പഴത്തിൻ്റെ വാക്ക്. 2 ഉള്ളത് കൊണ്ട് ദ്വിവചനം വേണം. അപ്പം ഫലം ഫലേ ഫലാനി വനം വനേ വനാനി അങ്ങനെയാണ് വാക്ക്. അപ്പം ഫലേ എന്ന് വേണം. വീഴുന്നു എന്നുള്ളത് എന്താണ്? പതിക്കുക എന്ന് മലയാളത്തിൽ പറയും. അപ്പം പദ്ധതിയാണ് വാക്ക്. പദ് ധാതു പദ്ധതി എന്ന് തുടങ്ങുന്നു. അപ്പം 2 പഴങ്ങളായതുകൊണ്ട് എന്ത് വേണം? വിവചനം വേണം. 2 പഴങ്ങൾ. അപ്പം ഫലേ പതതഹ, പദ്ധതി അല്ല, നെക്സ്റ്റ് വേർഡ് പതതഹ. ഇനി ഒത്തിരി പഴങ്ങളാണ് വീഴുന്നതെങ്കിൽ എന്താണ്? ഫലാനി പതന്തി, ജംബു ഫലാനി പക്വാനി എന്നൊക്കെ നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ ഓർത്തോളുക. നമുക്ക് സമാനമായിട്ടുള്ള കേട്ടിട്ടുള്ള വാക്കുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കിട്ടും വാക്കുകൾ. നീ മനുഷ്യനാകുന്നു എങ്ങനെ പറയും? ത്വം മനുഷ്യ എന്ന് തന്നെ പറയാം. ആകുന്നു ഭവതി എന്നുള്ളതാണ് ആദ്യത്തേത്, സഹഭവതിയാണ്. അപ്പം ത്വം എന്തായിരിക്കും? ഭവസി എന്ന് വരും. അങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ 109 പേജ് പാഠ 4. ഖാദതി ഭക്ഷയതി പശ്യതി ആകർണയതി പിബതി വദതി റൊട്ടി ഇഡ്ഡലി ചായ ദോശ നാരംഗരസം കുത്ര അത്ര വിദ്യാലയ ന അത്ര ബാലക ഭവതി അഹം ബാലം പശ്യാമി. പുറത്തേക്കാണ്. അത്രയുടെ അർത്ഥം ഇവിടെ നിന്നാണ്. തത്ര അവിടെ, അത്ര ഇവിടെ, കുത്ര എവിടെ, ഇങ്ങനെയാണ് വാക്കുകൾ. അത്ര ബാലക ഭവതി, ഇവിടെ ബാലനുണ്ട്, കുട്ടിയുണ്ട്. ബാലൻ കർമ്മമായപ്പോൾ സംസ്കൃതത്തിൽ വന്ന മാറ്റം ശ്രദ്ധിക്കുക. താഴെ പറയുന്ന വാക്കുകളിലെ കർമ്മരൂപങ്ങൾ ശ്രദ്ധിക്കുക. നോക്കൂ. ബാലഹ റൊട്ടിയും ഖാദതി, ബാലൻ റൊട്ടി തിന്നുന്നു. നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ സംസ്കൃതത്തിൽ കറക്റ്റ് തർജ്ജിമ പറയുകയാണെങ്കിൽ റൊട്ടിയെ കഴിക്കുന്നു എന്നാണ് പറയേണ്ടത്. പക്ഷേ റൊട്ടിയെ കഴിക്കുന്നു നമുക്ക് മലയാളത്തിൽ പരിചയമില്ല. റൊട്ടിയാണ് കഴിക്കണത് അല്ലേ? റൊട്ടിയെ കഴിച്ച അങ്ങനെയാണെങ്കിൽ പോലും റൊട്ടി കഴിക്കുന്നു, ചോറ് കഴിക്കുന്നു, അപ്പം കഴിക്കുന്നു എന്ന് പറയാറുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ എഴുതിയാലും മതി. പക്ഷെ റൊട്ടിയെ എന്നാണ്, അതായത് ദ്വിതീയ വിഭക്തിയാണ് എന്താണ് കഴിക്കുന്നത് എന്നുള്ളതിന് വരേണ്ടത്. അതുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം അതിനെ, അതിനോട്, അതിലേക്ക് എന്നാണ് അർത്ഥമുള്ളത്. അതുകൊണ്ട് അതിനെ എന്നുള്ള അർത്ഥത്തിൽ റൊട്ടിയും എന്ന് വരണം, റൊട്ടി എന്ന് പോരാ എന്നാണ് പറഞ്ഞത്. ഓക്കെ. ബാലഹ റൊട്ടിയും ഖാദതി രമ നാരംഗരസം പിബതി ജനനി ഇഡ്ഡലിയും കരോതി സാ ദോശാം ന ഖാദതി അഹം ഭവന്തം പശ്യാമി അഹം ഭവന്തൗ പശ്യാമി അഹം ഭവതഃ പശ്യാമി അഹം ഭവതീം പശ്യാമി ഭവതിയെ കാണുന്നു അഹം ഭവത്യൗ പശ്യാമി ഞാൻ ലേഡീസ് 2 പേരുണ്ട്, അവരെ കാണുന്നു എന്നാണ് അർത്ഥം. ഇന്ന് വായിച്ചു നോക്കുക, വായിച്ചു വിടാം. അഹം ഭവതീഹി പശ്യാമി ഭവാൻ മാം പശ്യതി. ഭവതീഹി എന്ന് വന്നത് എങ്ങനെ എന്തുകൊണ്ടാണ്? ദ്വിതീയ ബഹുവചനമാണ്. ഭവതീഹി എന്നാണ് രൂപം, ബഹുവചനം ആയതുകൊണ്ട്. ഇനി ഭവാൻ മാം പശ്യതി, ഭവാൻ ആവാം പശ്യതി, ഭവാൻ അസ്മാൻ പശ്യതി. അസ്മാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ, അസ്മത് ശബ്ദമാണ്. അഹം ആവാം വയം മാം മാ എന്നൊക്കെ പറഞ്ഞിട്ട് ശബ്ദങ്ങൾ മുഴുവനുണ്ട്. അത് നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കണമെന്ന് തോന്നുന്നില്ല, കൊടുത്തിട്ടില്ല. ഇനി അഹം ത്വാം പശ്യാമി അഹം യുവാം പശ്യാമി അഹം യുഷ്മാൻ പശ്യാമി ബാലഹ ഫലം ഖാദതി ബാലഹ ഫലേ ഖാദതി ബാലഹ ഫലാനി ഖാദതി ജനാഹ ത്വാം പശ്യന്തി ജനങ്ങൾ ത്വാം നിന്നെ. ത്വാം ദ്വിതീയ, സഹശബ്ദത്തിൻ്റെ ദ്വിതീയാണ് ത്വാം, ദ്വിതീയ ഏകവചനം. രാമഹ ത്വം പശ്യതി അഹം തൗ പശ്യാമി അഹം താൻ പശ്യാമി. ആരോട് പറയുന്നുവോ അയാളും എങ്ങോട്ട് പോകുന്നുവോ അവിടവും കർമ്മമാണ്. അതായത് നമ്മൾ സകർമ്മക ക്രിയ എന്താണെന്ന് പറയാനാണ് പറയണത്. ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യം ചോദിച്ചാൽ ഉത്തരവുണ്ടോ? ഉണ്ടെങ്കിലാണ് കർമ്മമുള്ളത്, അല്ലെങ്കിൽ കർമ്മമില്ല, അകർമ്മക ക്രിയ ആയിരിക്കും അത്. ഇനി അഹം ബാലം വദാമി, ഞാൻ ബാലനോട് പറയണോ. ബാലഹ വിദ്യാലയം ഗച്ഛതി, ബാലൻ വിദ്യാലയത്തിലേക്ക് പോകുന്നു. അഹം ബാലാൻ കഥാം വദാമി, ഞാൻ ബാലന്മാരോട് കഥ പറയുന്നു. സഹ ബാലാം വദതി സഹ ബാലേ വദതി സഹ ബാലാഹ വദന്തി. ഇനി ഗമ ഗമ ഗച്ച്
എന്നാണ് വെർബിരിക്കുന്നത്. റൂട്ട് വെർബാണ് ഗമ. ഗച്ഛ എന്നുള്ളതിൻ്റെ കൂടെയാണ് ധാതു രൂപങ്ങൾ വരുന്നത്. ഗച്ഛതി, ഗച്ഛതഃ, ഗച്ഛന്തി. ഗമാണ് ധാതു. ഗമ എന്ന് പറയുന്ന ധാതുവിന് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നുള്ള ചോദ്യത്തിന് മറുപടി ഉണ്ടോ? എന്തിനെ പോകണു, ആരെ പോകണു? ഇല്ല. എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ട്. പക്ഷേ സകർമ്മക ക്രിയയാണോ എന്നറിയാൻ ഈ 2 ചോദ്യമാണുള്ളത്. അതുകൊണ്ട് ഗമധാതു അകർമ്മകമാണ്, കർമ്മമില്ലാത്ത ക്രിയയാണ്. അത് പറയാനായിട്ടാണ് ഗമധാതുവിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി അഭ്യാസം. ബാലം, ബാലൗ, ബാലാൻ. ദ്വിതീയ വിഭക്തിയിലെ ഏകവചനവും ദ്വിവചനവും ബഹുവചനവും പഠിക്കണം. ഭവന്തം, ഭവന്തൗ, ഭവന്തഃ. മാം, ആവാം, അസ്മാൻ. വാം, യുവാം, യുഷ്മാൻ. തം, തൗ, താൻ. ബാലാം, ബാലേ, ബാലാഹ. അങ്ങനെയാണ് രൂപങ്ങൾ. ശ്രദ്ധിച്ചോളുക. സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്യുക. അവർ ദോശ ഭക്ഷിക്കുന്നു. എങ്ങനെ വരും? അവർ എന്നുള്ളതിൻ്റെ വാക്ക് സഹ, അവനാണ്. അതിൻ്റെ ബഹുവചനമാണ് അവർ. അപ്പം എന്ത് വരും? അവർ, സഹ, തൗ, തേ. തേ എന്നാണ് വാക്ക്. തേ എന്താണ് കഴിക്കുന്നത്? ദോശ. അപ്പം ദോശാം എന്ന് എഴുതണം. ദോശാം ഭക്ഷിക്കുന്നു. ഭക്ഷ അവർ ബഹുവചനമാണല്ലോ, അതുകൊണ്ട് ഭക്ഷയന്തി അല്ലെങ്കിൽ ഖാദന്തി എന്ന് വരും. അമ്മ കഥ പറയുന്നു. അമ്മ എന്നുള്ളതിൻ്റെ വാക്ക് മാതാ. മാതാ കഥയെ പറയുന്നു എന്ന് വരണം. ദ്വിതീയയിൽ അതായത് കർമ്മം ദ്വിതീയയിൽ വരണം. കഥ പറയുന്നു, കഥയെ പറയുന്നു, കഥാം പറയുന്നു എന്ന് വരും. അങ്ങനെ ഓരോന്നും നോക്കുക, നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് പാഠം 5 കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം. ഉക്തം, പറയപ്പെട്ടു. എന്താണ് പറയപ്പെട്ടു? പറഞ്ഞു അല്ലെങ്കിൽ പറയുന്നു എന്നുള്ളതിൻ്റെയൊക്കെ നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് പറയുമല്ലോ. കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം. അപ്പം അതിന് കർമ്മണി പ്രയോഗത്തിലാണ് പറയപ്പെട്ടു, എന്നാൽ പറയപ്പെട്ടു, അവനാൽ പറയപ്പെട്ടു എന്ന് പറയണത്. അപ്പം ശ്രദ്ധിച്ചോളുക. ഉക്തം, പീതം, കുടിക്കപ്പെട്ടു. സഹ ശ്രുതം, ഖാദിതം, ബാലേന. പേജ് നമ്പർ 114 അഹം സിംഹാത് ബിഭേമി. സജ്ജനാഹ ദുർജനേഭ്യഃ ബിഭ്യമി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെങ്ങനെ വേണം? ആരാണ് കർത്താവ്? ആരാണ്? സജ്ജനങ്ങളാണ്. അത് ബഹുവചനമാണ്. അപ്പം ക്രിയയുടെയും ഫസ്റ്റ് പേഴ്സൺ ബഹുവചനം വേണം. അതെന്താണ് കൊടുത്തിട്ടുണ്ട് താഴെ? ബിഭേതി, ബിഭീതഃ, ബിഭ്യതി. ബിഭ്യതി എന്നാണ് വരേണ്ടത്. അപ്പം പുസ്തകത്തിൽ സജ്ജനാഹ ദുർജനേഭ്യഃ ബിഭ്യമി എന്നതിന് പകരം എന്താക്കണം? ബിഭ്യതി എന്നാക്കണം. മീ എന്നുള്ളത് തി എന്നാക്കണം. അടുത്തത് ജനാഹ ഗൃഹേഭ്യഃ ആഗച്ഛന്തി. ജനങ്ങൾ വീടുകളിൽ നിന്ന് വരുന്നു. ഗൃഹേഭ്യഃ. ഗൃഹേഭ്യഃ വന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങൾ എന്നുള്ളത് ബഹുവചനമാണ്, അതുകൊണ്ടാണ് വന്നത്. ഗൃഹേഭ്യഃ എന്നുള്ളത് ജനാഹ ഗൃഹേഭ്യഃ ആഗച്ഛന്തി. ജനങ്ങൾ വീടുകളിൽ നിന്ന് വരുന്നു. ഗൃഹേഭ്യഃ. ഗൃഹേഭ്യഃ എന്നുള്ളത് ജനാഹ ബഹുവചനമാണ്, അതുകൊണ്ടാണ് ഗൃഹേഭ്യഃ എന്നുള്ളത് വന്നത്. ബഹുവചനം തന്നെയാണ്. ഇനി പാഠം 8. അസ്തി, സ്തഃ, സന്തി. ഉണ്ട് എന്നാണ് അർത്ഥം. മമ ഭവനമസ്തി ഏതത്. ഏതത് മമ ഭവനമസ്തി. ഇതെൻ്റെ വീടാണ്. അസ്തി, സ്തഃ, സന്തി. മമ പുസ്തകം. മമ പുസ്തകമസ്തി. മമ ഹസ്തൗ സ്തഃ. അശ്വസ്യ പാദാഃ സന്തി. അസ്മാകം ധനം ന അസ്തി. അസ്യ ഗൃഹം കുത്ര. തേഷാം വാസഃ കുത്ര. ബാലസ്യ പിപാസ അസ്തി. പിപാസ ദാഹമാണ്. ദാഹമാണ്. ബാലാനാം ബുഭുക്ഷ അസ്തി കിം. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. എന്താണ്? കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് വിശപ്പ് ഉണ്ടോ? അസ്തി കിം എന്ന് ചോദിച്ചാൽ ഉണ്ടോ എന്നാണ് അർത്ഥം. അസ്തി എന്ന് പറഞ്ഞാൽ ഉണ്ട്, അസ്തി കിം ചേർത്താൽ അങ്ങനെയാണോ, ഉണ്ടോ എന്നാണ് അർത്ഥം. ഭവതഃ കലമഃ അസ്തി. ഭവതാം ദേശഃ കഃ. ഭവത്യാഹ നാമ കിം. ഭവത്യാഹ ധനം അസ്തി കിം. ഭവതിക്ക് ധനമുണ്ടോ എന്നാണ് അർത്ഥം. ഭവതീനാം ദേശഃ കഃ എന്നാണ് ചോദ്യം. ഇനി അഭ്യാസം. അശ്വസ്യ, അശ്വയോഹോ, അശ്വാനാം. അപ്പം നമ്മൾ അശ്വസ്യ എന്നുള്ളത് ഷഷ്ടി വിഭക്തിയായി. പഠനം വന്നിട്ട് അത്രയായി. അപ്പം അത് ശ്രദ്ധിച്ചോളുക. ഓരോന്നും ഓരോ വിഭക്തിയായി എന്നുള്ളത് അറിഞ്ഞോളുക. പാഠം 9. മേജേ പുസ്തകമസ്തി. വനേ ഗജഃ അസ്തി. വനേഷു വ്യാഘ്രാः സന്തി. വനേഷു എന്നുള്ളതിന് പകരം
ബനേഷു എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വാ വെട്ടിയിട്ടിട്ടുണ്ട് നടുക്ക്. അപ്പോൾ അത് ബായായി പോകുമല്ലോ. വായുടെ നടുക്കൊരു വെട്ട് വന്നാൽ ബായാണ്. അപ്പോൾ അത് വായാക്കിക്കൊള്ളുക. വനേഷു വ്യാക്രാഹ സന്ധി ജനകസ്യ മയി പ്രീതിഹി അസ്തി. പ്രീതിഹി ഇഷ്ടം. അച്ഛന് എന്നിൽ പ്രീതിയുണ്ട്. മലയാളത്തിലും അങ്ങനെ തന്നെ എന്നിൽ പ്രീതിയുണ്ട് എന്ന് പറയാറുണ്ട് നമ്മൾ. അധ്യാപകാനാം അസ്മാസു പ്രീതിഹി അസ്തി. ഗൃഹേ ജനനി അസ്തി. മമ ഭവതി പ്രീതിഹി അസ്തി. മമ ഭവതി എന്നുള്ളത് ഭവതിയിൽ താങ്കളിൽ എന്നാണ് അർത്ഥം കേട്ടോ. ഭവതിയിൽ സ്ത്രീയിൽ എന്നല്ല. ഭവാൻ എന്നുള്ള ശബ്ദത്തിന്റെ സപ്തമി ഏകവചനമാണ് ഭവതി. ഭവതി ഭവാൻ ഭവന്തൗ ഭവന്തഹ എന്നാണ് രൂപം വരുന്നത്. അപ്പം എനിക്ക് താങ്കളിൽ പ്രീതി ഉണ്ടെന്നാണ് അർത്ഥം. ഭവത്സു എന്നുള്ളത് ബഹുവചനമാണ്. ഭവത്സു നിങ്ങളിൽ, താങ്കളിൽ ബഹുമാന സൂചകമായിട്ട് പറയണതാണ്. ബാലേ തവ പ്രീതിഹി അസ്തിക്കും അൽമാരെ പുസ്തകാനി സന്തി വയം ബഞ്ചേഷു ഉപവിശാമഹ. ലതായാം പുഷ്പാണി സന്തി പ്രഭാതേ പുഷ്പാണി വികസന്തി ഉത്പീഠികായാം പുസ്തകാനി സന്തി. അടുത്തത് നിശായാം ആകാശേ നക്ഷത്രാണി ഭവന്തി. നിശായാം രാത്രിയിൽ നിന്നാണ്, സപ്തമിയാണ്. നിശാ ശബ്ദത്തിന്റെ സപ്തമിയാണ്. രാത്രിയിൽ ആകാശത്തിൽ നക്ഷത്രങ്ങൾ ഉണ്ട്. ഭവന്തി വന്നത് എന്തുകൊണ്ടാണ്? നക്ഷത്രങ്ങളാണുള്ളത്, ബഹുവചനമാണ്. അതുകൊണ്ട് തസ്മിൻ മമ സ്നേഹ അസ്തി. അവനിൽ എനിക്ക് സ്നേഹമുണ്ട് എന്നാണ് അർത്ഥം. ഇനി അടുത്തത് വനേ വനയോഹോ വനേഷു. അത് വനശബ്ദത്തിന്റെ ഏതാണ്? സപ്തമി ഏകവചനം, ദ്വിവചനം ബഹുവചനമാണ്. അതുപോലെ എല്ലാ ശബ്ദത്തിൻ്റെയും മയി ആവയോഹോ അസ്മാസു ഭവതി ഭവതോഹോ ഭവത്സു തസ്മിൻ തയോഹോ ദേശു എല്ലാം പഠിച്ചു വയ്ക്കുക. അടുത്തത് ഭൂതകാലവും വർത്തമാനകാലമാണ് തന്നിരിക്കുന്നത്. ബാലഹ പുസ്തകം പഠതി. ബാലകൻ പുസ്തകം പഠിക്കുന്നു. ബാലഹ പുസ്തകം അപഠത്. അപഠത് എന്ന് പറഞ്ഞാൽ പഠിച്ചു. അത് പാസ്റ്റ് ടെൻസ് ആണ്. V2 വെർബ് 2 ആണ്. ബാലവ് പുസ്തകം പഠതഃ. ബാലവ് പുസ്തകം അപഠതാം. ബാലഹ പുസ്തകം പഠന്തി. ബാലഹ പുസ്തകം അപഠൻ. പ്രത്യയങ്ങൾ മാറി മാറി വരുന്നതിനനുസരിച്ചാണ് രൂപം മാറുന്നത്. ഇനി ബാലഹ പുസ്തകം അപഠൻ. ത്വം പുസ്തകം പഠസി. ത്വം പുസ്തകം അപഠഃ. യുവാം പുസ്തകം പഠതഃ. യുവാം പുസ്തകം അപഠതം. യൂയം പുസ്തകം പഠത. യൂയം പുസ്തകം അപഠത. അഹം പുസ്തകം പഠത. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, 117 ഇത് പഠിക്കുക കേട്ടോ. അതായത് പേജ് 117 വർത്തമാനം. വർത്തമാനകാലത്തിൽ ലട്ട് എന്ന് സംസ്കൃതത്തിൽ പറയും. ലകാരങ്ങളിലാണ് കാല അല്ലെങ്കിൽ മൂഡ് എന്ന് പറയും. കാലവാചിയായിട്ടുള്ളതും സംസ്കൃതത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ ടെൻസ് എന്ന് പറയുന്നത് പോലെ ലകാരം എന്ന് പറയും. പക്ഷേ ലകാരങ്ങൾ 10 അതിൽ ലേട്ട് എന്ന ലകാരം വേദത്തിലുള്ളത് ആണ്. അതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ലേട്ട് അതുപോലെ ബാക്കി 10 ലകാരങ്ങളാണ് ആകെയുള്ളത്. ലട്ട്, ലിട്ട്, ലുട്ട്, ലിറിട്ട് അങ്ങനെയൊക്കെയാണ് ലകാരങ്ങൾ ഇരിക്കുന്നത്, വാക്കുകൾ, പേരുകൾ. അപ്പം ലട്ട് ലകാരം വർത്തമാനമാണ്, പ്രസന്റ് ആണ്. ലങ് ഭൂതകാലമാണ്, പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിലെ രൂപങ്ങളും പഠിച്ചു വയ്ക്കുക. പഠതി പഠതഃ പഠന്തി. പഠസി പഠതഃ പഠത. പഠാമി പഠാവഹ പഠാമഹ. അപഠത് അപഠതാം അപഠൻ. അപഠഃ അപഠതം അപഠതഃ അപഠത. അപഠം അപഠാവ അപഠാമ. ഇത് രൂപങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടതാണ് കേട്ടോ. വർത്തമാനകാലത്തിലെയും ഭൂതത്തിലെയും രൂപങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ അപശ്യം, അവതത്, അഗച്ഛത്, അഘാതത്, അപിബത്, അലിഖത്, അഥാവത്, അചലത്, അകായത്. അപ്പം എങ്ങനെയാണ് ലട്ട് ആയി മാറുമ്പോൾ എന്താണ് മാറ്റം വരുന്നത്? പഠതി എന്നുള്ളതിന് ആദ്യ ഒരു അകാരം ചേർക്കണം. അപഠ എന്ന് വരെ സെയിം ആണ്. പിന്നെ തീ എന്നുള്ളതിനെ ത ആക്കി മാറ്റുന്നു. ബാക്കി വ്യത്യാസങ്ങൾ എന്താണ്? പഠതഃ എന്നുള്ളത് എന്തായി മാറുന്നു? അപഠതാം. അപ്പം തം താം അൻ അല്ലേ, അപഠൻ. അത് നിങ്ങളൊന്നും സമയമെടുത്ത് നോക്കി മനസ്സിലാക്കുക എന്താണ് വ്യത്യാസം വന്നത്. അത് പഠിച്ചും വയ്ക്കുക. ഇനി വർത്തമാനം നെക്സ്റ്റ് പേജാണ് കേട്ടോ. വന്ദതേ വന്ദേതേ വന്ദന്തേ എന്ന് കൊടുത്തിരിക്കുന്നു. വന്ത് ധാതു വന്ദിക്കുക എന്നർത്ഥം. ഇനി സംസ്കൃതത്തിൽ ധാതുക്കൾ 3 തരത്തിലുണ്ട്. പരസ്മൈപതി എന്നും ആത്മനേപതി എന്നും അല്ലെ ആത്മനേപദം എന്നും പരസ്മൈപദം എന്നും ഉഭയപദം അല്ലെ ഉഭയപതി എന്നും പറയും. എന്താണ് വ്യത്യാസം?
പരസ്മൈ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്? പരസ്മൈവതിയാണ്. പഠതി നമുക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്കും കൂടെയാണ് പഠിക്കുന്നത്. നമ്മൾ പഠിച്ചതിൻ്റെ ഗുണം മറ്റുള്ളവർക്ക് കിട്ടണം. ആ ഒരു എന്താണ് ഒരു ഫിലോസഫിയും കൂടെ ഉൾക്കൊണ്ടിട്ടാണ് വാക്കുകളെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെറും വാക്കായിട്ടല്ല. അപ്പം ഇനി ചില ധാതുക്കൾ ആത്മനേപദം മാത്രമാണ്, വന്ദിക്കുന്നു, അപ്പം പ്രാർത്ഥന ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? അത് നമുക്കാണ്. അപ്പോൾ അത് ആത്മനേപദമാണ്. ഇനി ഉഭയപതി, ഇപ്പം തനൂതി എന്നുള്ള വാക്ക് തനുതേ എന്നുമുണ്ട്. തനുധാതു രണ്ടും ഉണ്ട്, അതായത് പരസ്മൈ പദമുണ്ട് ആയിട്ട് വരും, ആത്മനേപദമായിട്ടും വരും. അതുകൊണ്ട് അത് ഉഭയപദമാണ്. അങ്ങനെ വെർബുകളിൽ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി വന്ദത്തെ വന്ദേതേ വന്ദന്തേ, വന്ദസേ വന്ദേഥേ വന്ദധ്വേ, വന്ദേ വന്ദാവഹേ വന്ദാമഹേ. ഇനി വന്ദേ മാതരം, വന്ദേ മാതരം അല്ലേ, അതിൻ്റെ വന്ദേ എന്ന ധാതു ഏതാണെന്ന് നോക്കൂ. അഹം വന്ദേ, ഞാനാണ് വന്ദിക്കുന്നത്. അങ്ങനെയാണ് ആ വാക്ക് വന്നത്. ഇനി ഭൂതം, അതായത് ആത്മനെ നമ്മൾ ആദ്യം കണ്ടത്, അതായത് ആദ്യം ഇപ്പോൾ മുമ്പുള്ള പേജിലെ പഠതി പഠതഃ എന്നുള്ളത് പരസ്മൈപദമാണ്. ഇവിടെയാണ് ആത്മനേപദം പറയുന്നത്. അവന്തത, അവന്തേതാം, അവന്തന്ത, അവന്തഥാഹ, അവന്തേഥാം, അവന്തധ്വം, അവന്തേ, അവന്താവഹി, അവന്താമഹി. ഇങ്ങനെയാണ് രൂപങ്ങൾ. ഇതുപോലെ അവർത്ഥത, അവർത്ഥേതാം, അവർത്ഥന്ത എല്ലാം ഇതുപോലെ തന്നെയാണ്, സെയിം ആണ്. വാക്കുകൾ മാറി മാറി വരുന്നു, വെർബ് മാറുന്നു, അതിനനുസരിച്ച് പഠിക്കുക. ഇനി വർത്തമാനം, 3 വർത്തമാനം വീണ്ടും കൊടുത്തേക്കാണ്. അസ്ഥി സഹ സന്ധി. അസ്ഥി എന്നുള്ളതിൻ്റെ അർത്ഥം അവിടെ എന്താണ്? ഉണ്ട് എന്നാണ് അർത്ഥം. എല്ലാത്തിൻ്റെ ഉണ്ടെന്നാണ് അർത്ഥം. ഇനി കർത്താവ് മാറി വരുന്നതിനനുസരിച്ച് സ്തഹ എന്നും സന്ധി എന്നും ഒക്കെ വരുന്നു. അസി സ്തഹസ്ത, അസ്മി സ്വഹ സ്മഹ. ഭൂതത്തിൽ ആസീത, ആസ്താം, ആസൻ, ആസീഹി, ആസീഹി, ആസ്തം, ആസ്ത, ആസം, ആസ്വ, ആസ്മ. അപ്പം അടുത്തത് ഇനി വർത്തമാനം വീണ്ടും. കരോതി കുരുതഹ കുർവന്തി, കരോഷി കുരുതഹ കുരുഥ, കരോമി കുർവഹ കുർമഹ. അതിൻ്റെ പാസ്റ്റ് എങ്ങനെയാണ്? അകരോത്, അകുരുത, അകുർവൻ, അകരോഹോ, അകുരുതം, അകുരുത, അകുർവം, അകുർവ, അകുർമ. ഇങ്ങനെയാണ് രൂപങ്ങൾ. അപ്പോൾ ശ്രദ്ധിച്ചോളുക. ഇനി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക. ശുകഹ അഗായത്. അഗായത് എന്നുള്ള വാക്ക് എന്തുപോലെയാണ് ഇരിക്കുന്നത് നോക്കൂ. ഇവിടെ തന്നെ ഈ പേജിൽ തന്നെ അകരോത് എന്നതുപോലെയല്ലേ ഇരിക്കുന്നത്. അകരോതിൻ്റെ അർത്ഥം എന്താണ്? ചെയ്തു എന്നാണ്. അപ്പോൾ ഗാനം പാടുക അല്ലേ, പാട്ട് പാടുക എന്നുള്ള വാക്കാണ് ഗായതി എന്നാൽ പാടുന്നു. അഗായതിൻ്റെ അർത്ഥം അപ്പം എന്തായിരിക്കും? പാട്ട് പാടി എന്നാണ് അർത്ഥം. ശ്രദ്ധിച്ചോളുക കേട്ടോ. ഇനി അത് ചെയ്യുക. നെക്സ്റ്റ് പേജിലെ തിരിച്ച് വിവർത്തനം ചെയ്യാനുള്ളത്. അമ്മ കഥ പറഞ്ഞു. മുമ്പ് നമ്മൾ പറയുന്നു എന്നുള്ളത് പറഞ്ഞു അല്ലേ. പറഞ്ഞു എന്നുള്ളത് എങ്ങനെ പറയാം? അമ്മ മാതാ കഥ, കഥാം എന്ന് വേണം കേട്ടോ. കഥയല്ല, കഥാം, കഥയെ ദ്വിതീയയിൽ വേണം. അമ്മ കഥയെ പറഞ്ഞു. പറയുക വദതി അല്ലേ, വദതി. അപ്പം എന്ത് പറയും? പറഞ്ഞു എന്നുള്ളത് എങ്ങനെ വരും? വദതി എന്നുള്ളതിന് ആദ്യം ഒരു അകാരം ചേർക്കുന്നു, എന്നിട്ട് അവദ തീത്ത് ആക്കി മാറ്റുന്നു. അപ്പോൾ അവദത് എന്ന രൂപം കിട്ടുന്നു. ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഭാവി കാലവും വിധിയും പ്രാർത്ഥനയുണ്ട്. കുറച്ച് 2-3 പാഠങ്ങളും കൂടി ഉള്ളൂ, അത് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും എന്താണ് രൂപങ്ങൾ, ലട്ട് എങ്ങനെയാണ്, ലെങ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കി ശ്രദ്ധിച്ച് പഠിക്കുക.